എൻ്റെ ഈ വൃത്തിയില്ലാത്ത കൈകൾ കണ്ട എന്ത് വൃത്തികേടാണല്ലേ. കാണാനൊരു വൃത്തി എന്ന് പറഞ്ഞതില്ല. ഞാൻ എൻ്റെ ഈ വൃത്തിയില്ലാത്ത കൈകൊണ്ട് വൃത്തിയില്ലാതെ വീഡിയോ പിടിച്ചിട്ട് ഞാനുണ്ടാക്കിയൊരു സംഭവം കാണിച്ചു തരട്ടെ. ഇതാ ഈ വെള്ളരിക്ക ഞാൻ എൻ്റെ വൃത്തിയില്ലാത്ത കൈകൊണ്ട് വൃത്തിയില്ലാതെ നട്ടുപിടിപ്പിച്ച വെള്ളരി ദേ ഇതുപോലെ കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളരി മാത്രമല്ല, ഈ വൃത്തിയില്ലാത്ത കൈകൊണ്ട് ഞാൻ നട്ടുപിടിപ്പിച്ച വേറെയും സംഭവങ്ങളുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ ഈ കൈക്കും ഒട്ടും വൃത്തിയില്ല, അതും അതേപോലെ തന്നെയാണ്. അപ്പോൾ വൃത്തിയിലെങ്ങനെ കൃഷി ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒട്ടുമിക്ക കർഷകരും ഇതേപോലെ വൃത്തിയില്ലാതെ തന്നെയാണ് ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ തക്കാളി കണ്ടില്ലേ നിങ്ങൾ, അതുപോലെ ഇതാ ഉള്ളി മുളച്ചത് കണ്ടില്ലേ. ഈ വൃത്തിയില്ലാത്ത കൈക്കൊണ്ട് തന്നെ വൃത്തിയില്ലാതെ നട്ടുപിടിപ്പിച്ച സംഭവങ്ങളാണ് ഇതിവിടെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് കർഷകരുടെ വീഡിയോസിൽ ഞാൻ ഇതുപോലത്തെ വൃത്തിയില്ലായ്മയെക്കുറിച്ചിട്ടുള്ള കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി. എൻ്റെ ചാനലും ഈ വൃത്തിയെ പറ്റിയിട്ട് വന്നപ്പോൾ എൻ്റെ കൈകൾക്കും വൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി. എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്നൊരു ചെറിയൊരു വിഷമം പറയാനാണ് കേട്ടോ. വിഷമമൊന്നുമില്ല, സന്തോഷമുള്ളൂ. അതുകൊണ്ട് നിങ്ങളെൻ്റെ കൈ കണ്ട, എൻ്റെ കൈ കാണാൻ ഭംഗിയില്ലേ? വൃത്തിയില്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഈ കൈ കാണുമ്പോൾ? എന്തെങ്ങനെ ചോദിക്കാൻ കാരണം എന്നറിയോ? നമ്മുടെ ഒരു വീഡിയോക്ക് കമൻറ്റ് വന്നായിരുന്നേ. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം വന്നു. ഫസ്റ്റ് സങ്കടം വന്നു കേട്ടോ. എന്താ അതിങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട്. നിങ്ങളുടെ കൈ നിങ്ങൾ ചെയ്യുന്നതൊന്നും ഭംഗിയില്ലല്ലോ, നിങ്ങൾക്ക് തീരെ വൃത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അതേ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പുതിനയിലയുടെ വീഡിയോ നടുന്ന വീഡിയോക്കാണ് ഈ കമൻറ്റ് വന്നത് കേട്ടോ. റഹ്മത്ത് എന്നാണ് തോന്നുന്നത് കമൻറ്റിൻ്റെ ID നെയിം, റഹ്മത്ത്. അപ്പം നമ്മൾ ചെയ്യുന്നത് കൃഷിയല്ലേ. കൃഷി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ മണ്ണിലല്ലേ നമ്മൾ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കുക. അല്ലാതെ നമ്മൾ ടൈലിലൊന്നും കുത്തിയിട്ടല്ലല്ലോ നമ്മളൊരു ചെടി നടുന്നത്. മണ്ണിലല്ലേ. മണ്ണിൽ തൊട്ടാൽ എന്തായാലും കൈമേൽ അഴുക്കാവും. അത് കഴുകിയാൽ പോവും എന്ന് വെച്ചിട്ട് വൃത്തിയില്ല. അത് ഇങ്ങനെ വൃത്തിയോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ മണ്ണിലൊന്നും തൊടാതെ ടച്ച് ചെയ്യാതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ കുറേ സമയം വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വീട്ടിൽ നോക്കി നടത്തുന്ന ഒരു കുടുംബിനിയാണ്. അത്യാവശ്യത്തിന് നല്ല വൃത്തിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു ചെടി വെക്കുമ്പോൾ ഒന്ന് മണ്ണിലൊരു കുഴി കുഴിക്കുക, എന്നിട്ട് പിന്നെ കൈ കഴുകുക, പിന്നെ ചെടി വെക്കുക, എന്നിട്ട് പിന്നെയും കൈ കഴുകുക, തുടക്കുക, എന്നിട്ട് വീണ്ടും വീഡിയോ എടുക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ചെടി നടുമ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കുക, അത്ര തന്നെ ചെയ്യണമല്ലോ. അങ്ങനെയുള്ള വീഡിയോസ് എടുത്തിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് എനിക്കതിൽ നിന്ന് ഒരു മാസം അത്യാവശ്യം ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു കൃഷിയൊക്കെ ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇത്ര വൃത്തിയൊക്കെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂസും ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ കമൻറ്റൊന്നും എന്നെ തളർത്താൻ പറ്റിയ കമൻറ്റല്ല. പിന്നെ അതിൻ്റെ കമൻറ്റിന് വന്ന മറുപടികൾ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. ഞാനവിടെ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലുള്ള കമൻറ്റുകൾ നോക്കിയിട്ട് എൻ്റെ വീഡിയോസിന് എന്തൊക്കെ കമൻറ്റ് വരുന്നുണ്ട്, വേറെ പുറം രാജ്യങ്ങളിൽ നിന്ന് കമൻറ്റ് വരുന്നുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പിൻ ചെയ്ത് വെക്കും. അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഈ കമൻറ്റ് ഇടയിൽ കണ്ടത്. ഞാനപ്പം തന്നെ അത് പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ അതിന് വന്ന കമൻറ്റിൻ്റെ മറുപടികൾ കണ്ടാൽ തന്നെ അറിയാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ നീണ്ട നിര. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ വൃത്തിയിലും വെടുപ്പിലൊന്നും ഇരിക്കൊന്നുമില്ല. എല്ലാ കൃഷി ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ചെറിയ രീതിയിലാണ് ഞാൻ കൃഷി തുടങ്ങിയത്. ഇപ്പോൾ നോക്കിയാലറിയാം എൻ്റെ കൃഷിയിൽ അത്യാവശ്യം പച്ചക്കറികൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കാലമായിട്ടുള്ളൂ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്. ഇൻഡോർ ഗാർഡനിങ്ങിലാണ് ഞാൻ തുടങ്ങിയതെങ്കിലും പിന്നെ പച്ചക്കറികൾക്ക് മെല്ലെ ഇറങ്ങി അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഓരോ തൈകളും നടുന്നതിനെ പറ്റി പഠിച്ചിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്.
പിന്നെ അതിനെന്തൊക്കെ വളങ്ങൾ ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ കൊടുക്കാം, അതിനെ പറ്റിയിട്ടൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ചിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്തരം തരത്തിലുള്ള വൃത്തികളും വെടുപ്പൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി ചെയ്യുന്ന വീഡിയോസിൽ കുറച്ചും കൂടി വൃത്തിയാക്കിയിട്ട് ചെയ്യാം, ശ്രമിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ കൈ അത്യാവശ്യത്തിന് ഡാമേജ് ആയിട്ടുണ്ട്, ഗ്ലൗസ് മേടിക്കണം ഇനി. എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് ഡാമേജ് ആയിട്ട് നല്ല നീറ്റലും ഒക്കെ ഉണ്ട്. ഈ മണ്ണിലല്ലേ നമ്മൾ ഈ പരിപാടി. അപ്പോൾ ഒരു ഇച്ചിരി കൃഷിയാണെങ്കിലും അത് നടാണ്ട് ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ഈ മണ്ണിലിട്ടിട്ട് പെരുമാറുന്നതുകൊണ്ട് എൻ്റെ കൈക്ക് അത്യാവശ്യം ഡാമേജ് വരുന്നുണ്ട്. നല്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നല്ല നീറ്റലൊക്കെ ഉണ്ട്. പിന്നെ ഗ്ലൗസൊക്കെ മേടിക്കണം ഇൻഷാ അല്ലാ. നമ്മുടെ അടുത്ത സാലറി കിട്ടട്ടെ, അപ്പോൾ അതിൽ നിന്ന് ഗ്ലൗസൊക്കെ മേടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറഞ്ഞ ഈ ഒരു പച്ചക്കറി കൃഷിയിൽ നിന്ന് ഞാൻ അത്യാവശ്യം പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. കാണിക്കിപ്പോൾ ഞാൻ ഈ കമൻറ്റ് വായിച്ചിട്ട് കുറച്ച് വിഷമത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ടെറസിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായ ആ ഒരു ഫലം, എൻ്റെ പച്ചക്കറി എനിക്ക് തന്ന ആ ഒരു ഇത് ഗിഫ്റ്റ് കണ്ടിട്ട് എനിക്ക് സന്തോഷമായി, അത്രയും സന്തോഷമായി. എനിക്ക് വന്ന കമൻറ്റ് ഞാൻ അങ്ങോട്ട് മറന്നു. നമ്മൾ എന്തോരം എഫേർട്ട് എടുക്കണോ അതിന് അത്രയും ഡബിളായിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി കുറച്ചും കൂടി വൃത്തിയിൽ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.